ബീഫിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാനാണ് കഴിഞ്ഞ ദിവസം കേരള നിയമസഭ ചേർന്നത്. പക്ഷേ തീരുമാനമായത് പാവം മാണിസാറിന്റെ കാര്യത്തിലാണ്. കേന്ദ്ര സർക്കാരിനെയും ബീഫിനെയും ഒരേപോലെ പിന്തുണയ്ക്കുന്ന റബ്ബർ രാഷ്ട്രീയം തന്നെ കൊച്ചുമാണി സഭയിൽ പ്രകടിപ്പിച്ചു. കേരളത്തിൽ ഏറ്റവും സീനിയറായ ഒരു രാഷ്ട്രീയക്കാരൻ ആദ്യം എഴുന്നേറ്റ് പിണറായി വിജയൻ പ്രമേയം അവതരിപ്പിക്കാനെ എതിർത്തുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയിട്ടില്ല, ഉത്തരവില്ല, പിന്നെ എന്തിനിത് എന്ന് ചോദിച്ച് BJPക്ക് വേണ്ടി വാദിച്ചു. കേരളത്തിന് ബാധകമാകാത്ത വിഷയത്തെ സംബന്ധിച്ച് ഒരു ഉപക്ഷേപത്തിന് എന്താണ് പ്രസക്തി? കൂടാതെ ഈ വിഷയം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിലുമാണ്. ആ വാദം കഴിഞ്ഞ് അദ്ദേഹത്തിന് പ്രസംഗം വന്നപ്പോൾ 4 മിനിറ്റ് ഉണ്ട്. ആ 4 മിനിറ്റ് നേരം പിണറായി വിജയനെ അനുകൂലിച്ച്, പ്രമേയത്തെ അനുകൂലിച്ച് ആത്മാർത്ഥമായി സംസാരിച്ചു. കേരളത്തെ ബാധകമാക്കാത്ത ഒരു കാര്യത്തെപ്പറ്റിയാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. എങ്കിലും ഞാൻ ചർച്ചയിൽ പങ്കുകൊള്ളുകയാണ്. ആദ്യം BJPക്ക് വേണ്ടി സ്ട്രോങ് നിലപാടാണ് സ്വീകരിച്ചത്. അത് കഴിഞ്ഞപ്പോഴാണ് പുള്ളി ഓർത്തിയടാ അവിടെ കയറ്റിയില്ലല്ലോ എന്ന്. കേന്ദ്രം കൊണ്ടുവന്നിട്ടുള്ള വിജ്ഞാപനം പക്ഷെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പോൾ രാജേട്ടൻ അവിടെ ഇരിപ്പുണ്ട്. രാജേട്ടൻ ഇങ്ങനെ വാവിളിച്ചിരിക്കുക. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. മാണി സാറ് തുടക്കത്തിൽ എണീച്ചു പറഞ്ഞതൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നോ, എന്താ ഉദ്ദേശമൊന്നും മനസ്സിലായില്ല. ഭാവിയെ കണ്ടുകൊണ്ടായിരിക്കാം. ഇനി പരീക്ഷയ്ക്ക് ഉത്തരമറിയില്ലെങ്കിൽ സിനിമാ ഡയലോഗ് എഴുതി വെക്കുന്ന വികൃതി പിള്ളാരെ പോലെ ബീഫ് രാഷ്ട്രീയം പറയാതെ കിങ്ങിലെ ഡയലോഗ് അടിക്കുകയാണ് ആരിഫ് MLA. സഭ എന്ത് ഉളത്തരവും പറയാവുന്ന സ്ഥലമാണെന്ന് തോന്നുന്നവർക്ക് കുറച്ചൊക്കെ സെൻസിബിലിറ്റി ഉണ്ടാവണം. പിന്നെ ആ ഡയലോഗിൽ പറയുന്ന ബാക്കി സാധനങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. ഇവിടെ എനിക്ക് പറയാനുള്ളത് ദി കിങ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് മമ്മൂട്ടി പറയുന്ന ഡയലോഗ് ഉണ്ട് സാർ, അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക സാർ. ഇന്ത്യൻ ഭരണ സർവീസ് ആ പദവിയുടെ അർത്ഥം അറിയുമോ? അതറിയണമെങ്കിൽ ഇന്ത്യ എന്താണെന്ന് അറിയണം. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളുകളിൽ നിന്നും പഠിച്ച ഇന്ത്യയല്ല, അനുഭവങ്ങളുടെ ഇന്ത്യ. കൂട്ടിക്കൊടുപ്പുകാരുടെയും വേശ്യകളുടെയും തോട്ടുകളുടെയും കുഷ്ഠരോഗികളുടെയും ഇന്ത്യ. ജഡ്ക വലിച്ച് ചോര തുപ്പുന്നവന്റെ ഇന്ത്യ. വളർത്തുനായ്ക്കൾ കൊടുക്കുന്ന ബേബി ഫുഡിൽ കൊഴുപ്പിന്റെ അളവ് കൂടിപ്പോയതിന് ഭർത്താവിന് ശാസിച്ച് അത്താഴപ്പട്ടിണിക്കിടുന്ന കൊച്ചമ്മമാരുടെ ഇന്ത്യയല്ല, മറിച്ച് മക്കൾക്കൊരു നേരം വയർ നിറച്ച് വാരിയുണ്ണാൻ വക തേടി സ്വന്തം ഗർഭപാത്രം വിൽക്കുന്ന അമ്മമാരുടെ ഇന്ത്യയാണ് സാർ. കൃഷ്ണേട്ടനെ പോലെയുള്ള പാവം മനുഷ്യരുടെ ത്യാഗങ്ങളുടെയും നൊമ്പരങ്ങളുടെ ഇന്ത്യ. ആ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം സാർ. ഇവർക്ക് നിനക്ക് എന്തൊരു ബുദ്ധിയാടാ കീടമേ. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം, പിന്നെ എന്റെ വക സെക്സ്വാലിറ്റി വേണം. LDF വരും, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞപ്പോൾ നല്ല കുടിയന്മാരൊന്നും വിശ്വസിച്ചില്ല. എല്ലാവരും കരുതി പരസ്യത്തിൽ KPSC ലളിത പറയുന്ന പോലെ LDF നുണ പറയില്ലെന്ന്. പക്ഷേ കഥ മാറി മക്കളെ. സർക്കാർ ഒപ്പമുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ അതാണ് സത്യം. കുടിയന്മാർക്ക് ഒപ്പം. ബാറുകൾ അടയ്ക്കുകയാണെന്ന് പറയും, എന്നിട്ടോ കൂടുതൽ ബാറുകളും ബിയർ പാർലറുകളും തുറക്കും. 1,600 കോടിയിലേറെ രൂപയുടെ മദ്യം കൂടുതൽ വിറ്റു. കേരളത്തെ മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് LDF മുന്നണി. മദ്യവരെ ബോധവൽക്കരിക്കാൻ സമഗ്രമായ പദ്ധതികളുമുണ്ട്. അതുകൊണ്ട് നുണ പറയുന്നവരെ തിരിച്ചറിയുക. നിങ്ങളുടെ വോട്ട് LDFന് തന്നെ നൽകുക. അയിമലാണ് ആൾക്കാർ തെറ്റിദ്ധരിച്ച് വോട്ട് ചെയ്ത്. അതിലാണ് വോട്ട്. ഭയങ്കരം തന്നെ. LDF വരും, എല്ലാം ശരിയാകും. ഒരു നാരീടങ്ങഴി മണ്ണുണ്ട്, വലിയ പേരും നാള് വന്നപ്പോളൊരു വെള്ളി നീലാവുള്ള രാത്രിയിൽ കല്ലുവെട്ടാൻ കുഴിക്കക്കരെ വെച്ചവൾ ഉള്ളു തുറന്നതിന് ശേഷമേ. മദ്യനയം പ്രഖ്യാപിച്ചല്ലോ, നിങ്ങൾക്കൊക്കെയുള്ള വിഷമം തീർന്നില്ലേ? നമുക്കൊരുമിച്ച് മുന്നേറാം, സർക്കാർ ഒപ്പമുണ്ട്. BJP സംസ്ഥാന നേതാക്കൾ സമാധാനത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നത് കണ്ടാൽ കണ്ണു നിറയും. പക്ഷേ കയ്യിലിരിപ്പ് കുറച്ച് കടുപ്പമാണ്. ബോംബേറും ഹർത്താലുമായി സമാധാന ശ്രമത്തിലാണ് അവർ. നിയമസമാധാന
സമാധാനം പരിപാലിക്കാൻ തുടർച്ചയായിട്ട് വീഴ്ച വരുത്തുന്ന സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് എന്നുള്ള നിയമം അനുസരിച്ച് നിയമസമാധാനത്തിൻ്റെ പരിപാലിക്കുന്നതിൻ്റെ ചുമതല ആ ജില്ലയിൽ പട്ടാളത്തെ ഏൽപ്പിക്കുക എന്ന് മാത്രമാണ് പോംവഴിയായിട്ടുള്ളത്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും വെള്ളരിപ്രാവുകൾ നീ കണ്ടോ? പോയിട്ട് വരാം. എടാ തെണ്ടി സുരേഷ്, നീ എനിക്കെതിരെ സാക്ഷി പറയുമല്ലടാ. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ. ഇന്ന് നിന്റെ അവസാനമാടാ. കല്ല് ശിവനെ ഇതെന്തോന്ന് ബാസ്കറ്റ് ബോളോ? ഒരു ഗുണ്ടെ തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടുമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കുന്നത്. നാണമില്ലടാ നിനക്കൊക്കെ. ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വാടാ. ഒറ്റയ്ക്ക് വന്നാ എനിക്ക് അത്രയും കുറച്ചടി ഉണ്ടാ മതിയല്ലോ. മല്ലയാ, ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ? സൂര്യ, നമ്മൾ ഇവിടെ കണ്ടത് സമാധാനത്തിന്റെ പ്രാവുകളല്ല, അക്രമത്തിന്റെ കഴിവും കുഞ്ഞുങ്ങളാ. അപ്പോൾ സമാധാനവാദികളായ എല്ലാ നേതാക്കൾക്കും നല്ല നമസ്കാരം അറിയിച്ചേക്ക് ഇന്നത്തേക്ക് നിർത്തുന്നു. ഒന്നും ശാശ്വതമല്ല, നിങ്ങളുടെ തെറ്റുപോലും എന്ന് ചാർലി ചാപ്ലിൻ പറഞ്ഞിട്ടുണ്ടത്രേ. ആണോ? അപ്പോൾ വക്രദൃഷ്ടിയുമായി വീണ്ടും കാണാം. നല്ല നമസ്കാരം.